ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഇന്നൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത്, ഈ ദിവസങ്ങളിൽ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്ന ചില കുട്ടികൾ എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഇൻ്റർവ്യൂവിൽ അവർ വിജയിക്കുവാനും അവർക്ക് കൂടുതൽ നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഹല്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം 1 യോഹന്നാൻ 3:8. പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്, അല്ലേ? ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികളിൽ നിന്ന് ലോകത്തിലെ ജനതയെ, ഈ സകല മക്കളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കാൻ, അവരെ പ്രയാസപ്പെടുത്തുന്ന, അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന സകല പിന്മകളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഭൂമിയിൽ വന്നത്. അപ്പോൾ ഈ നിമിഷങ്ങളിൽ ഏതെങ്കിലും കുടുംബങ്ങൾ, വ്യക്തികളിലോ ഏതെങ്കിലും ഒരു പൈശാചിക ആധിപത്യങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള തഴക്കദോഷങ്ങൾ, ചില ബന്ധനങ്ങൾ, പ്രാർത്ഥിച്ചിട്ട് മാറാത്ത എന്തെങ്കിലും പ്രവൃത്തികളുണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടെ നിന്ന് ഇടപെട്ട് ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിപത്തുകളും മാറിപ്പോട്ടെ. രോഗങ്ങളും പീഡകളും ശാരീരികമായ മാനസികമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും കർത്താവിൻ്റെ സമാധാനം വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ ശക്തികളെ യേശു നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ